നമസ്തേ. രത്നവിശേഷങ്ങളും അറിവുകളുമായി രത്നശാസ്ത്രിയുടെ പുതിയൊരു എപ്പിസോഡ്. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് വന്ന കാര്യങ്ങൾ, ഓരോ എപ്പിസോഡിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ലഗ്നത്തിൻ്റെ ലിയോ സൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ ലഗ്നത്തെക്കുറിച്ച് പറയുമ്പോഴും അതിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതായത് ഈ കർക്കിടക ലഗ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് അതിൽ ചൊവ്വയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആള് വീക്കായിപ്പോയി, ആളൊന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുക. ഈ ആൾക്ക് ഈ ഇവിടെ വരുമ്പം, ഈ ചിഹ്നത്തിൽ വരുമ്പം, ലിയോയിൽ വരുമ്പം ആളുടെ ഒരു സ്ഥിതി എന്താണ്? ആൾക്ക് എന്തെങ്കിലും കർക്കിടകത്തിൽ പുള്ളിക്ക് സംഭവിച്ചത് സൈൻ ഓഫ് സെന്റിമെന്റ്സും ചൈൽഡ്ഹുഡും മദർഹുഡും ഒക്കെ ആയിട്ടുള്ളൊരു സൈനാണല്ലോ കർക്കിടകം. അവിടെ നിന്ന് പുള്ളിയുടെ ആയുധം വെച്ച് കീഴടങ്ങാനേ പറ്റുള്ളൂ. പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല, കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചത് ചിങ്ങത്തിൽ വന്നു കഴിയുമ്പം ചൊവ്വ ഒരു പൊതുവെ ഒരു മസ്കുലൈൻ പ്ലാനറ്റാണ്, സൂര്യനും അത് തന്നെയാണ്. അപ്പോൾ രണ്ടും ഭയങ്കര എനർജറ്റിക് പ്ലാനറ്റാണ്. അതിപ്പോൾ ചിങ്ങത്തിൽ തന്നെ ചൊവ്വായി നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. വളരെ അഗ്രസീവായിട്ടും ധൈര്യവും ഒരു ഡബിൾ എഫക്റ്റ്, നല്ല ശബ്ദം, പക്ക പോലീസ് ഓഫീസേഴ്സ്, കമാൻഡിങ് പവർ, എവിടെയും അവരായിരിക്കും റൂൾ ചെയ്ത് നിൽക്കുന്നത്. ഇനി ജോലി സ്ഥലത്താണെങ്കിൽ ജോലി സ്ഥലത്തും പവർഫുള്ളായിരിക്കും. അവരുടെ കീഴിൽ ആൾക്കാരെ നിർത്തും, അല്ലെങ്കിൽ അവർ നിർത്തിക്കും. ആ ഒരു കപ്പാസിറ്റി ആണ് ഈ ചൊവ്വയും സൂര്യനും തമ്മിൽ ചേർന്നാലുള്ള ഗുണം. വലിയൊരു പ്ലസ് പോയിന്റ് ആണത്. എന്ന് വെച്ചാൽ ഒരു സക്സസ്ഫുൾ ലൈഫാണത്. വളരെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനകത്ത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വേറൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. ഇതിനതിൽ ദോഷങ്ങളുണ്ട്. രണ്ടും കൂടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഓവർ അംബീഷ്യസ് ആവും. നമ്മുടെ യാത്ര ഒരിക്കലും ഈ രണ്ട് സ്റ്റോൺസിൻ്റെ കോമ്പിനേഷൻ ജംസിൻ്റെ കോമ്പിനേഷൻ, ജംസും സ്റ്റോണോ ആയി വരുന്നത്, ഈ രണ്ട് പ്ലാനറ്റിൻ്റെയും കോമ്പിനേഷൻസ് ഭയങ്കര അഗ്രസീവ്നെസ് ഉണ്ടാക്കും. എന്തും വെട്ടിപ്പിടിക്കും വരും. ഇവിടെ നല്ല കമാൻഡിങ് പവറോടി നിൽക്കും. ഓവർ അംബീഷ്യസ് എപ്പോഴും നമ്മൾക്ക് അപ്പോൾ ഒരിക്കലും ഒരു സ്വസ്ഥത കാണത്തില്ല, അലച്ചിൽ കൂടുതലായിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ്. ഭയങ്കര അലച്ചിലായിരിക്കും അവർക്ക്. ഇവരെല്ലാ കാര്യങ്ങളും ഏൽക്കും, എല്ലാ കാര്യങ്ങളിലും ഏൽക്കും. എല്ലായിടത്തും ഇവർ ചെല്ലാൻ നോക്കും, ഓടി നടക്കും. ഇങ്ങനെ അത് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഒന്ന് കഴിയുമ്പോൾ വേറൊന്നായിരിക്കും. അപ്പോൾ ഒരു സ്വസ്ഥത കുറവുണ്ടാവും. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട്, ബിസി ആയിട്ട്, ഓരോ കാര്യങ്ങൾക്ക് കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു സംശയം. അവർക്ക് അതിനുള്ള ആരോഗ്യവും ഹെൽത്തും എല്ലാം ഉണ്ട്. രണ്ടും നല്ല റെഡ് എനർജിയാണ് ആ ബോഡിയിൽ നിൽക്കുന്നത്. അപ്പോൾ സൂര്യനും ചൊവ്വയും തന്നെ അവിടെ നിൽക്കുക. ചിങ്ങമാസത്തിൽ ജനിച്ചു, ചിങ്ങ ലഗ്നം, ചൊവ്വ കൂടെ, ഭയങ്കര കോമ്പിനേഷന്, ഭയങ്കരമായിട്ടൊരു ഉയർച്ച. ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം ഒരു കുട്ടി ജനിക്കുകയാണ്, ഒരു വളരെ ഒന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു കുട്ടി സന്താനം പിറക്കുന്നതെങ്കിൽ അവരുടെ വീട്ടിലും ചേഞ്ചസ് ഉണ്ടാവും, ഫാദറിനൊക്കെ ഗുണമുണ്ടാവും. എൻ്റെ ഇവൻ ജനിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പോയി. ഞാൻ സൗദിക്ക് പോയി, അല്ലെങ്കിൽ ദുബായിക്ക് പോയി. അങ്ങനെ കാര്യങ്ങൾ നേട്ടമായി. ഭൂമി, ലാൻഡ് വരും, പ്രോപ്പർട്ടി വരും. ഈ ചിങ്ങ ലഗ്നത്തിന് അല്ലെങ്കിൽ ചിങ്ങം രാശിക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ചൊവ്വ 4th and 9th ഹൗസ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. 4th and 9th ഹൗസ്, 4ഉം 9ഉം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വയാണ് സൂര്യൻ്റെ കൂടെ നിൽക്കുന്നത് ഓർത്തോണം. 4th എന്ന് പറയുമ്പോൾ ലാൻഡ്, പ്രോപ്പർട്ടി, വീട്, കാര്യങ്ങളെല്ലാം ഓക്കെ. 9th ഹൗസ് എന്ന് പറയുന്നത് ഭാഗ്യം എന്ന് പറയുമ്പോൾ അത് കർമ്മ മേഖലയിലാകട്ടെ അല്ലാതെ ആകട്ടെ എല്ലാത്തിനകത്തും ഈ ഭയങ്കര നല്ല ഉഗ്രം കോമ്പിനേഷനാണത്. പരസ്പരം വളരെ നല്ലൊരു നല്ലൊരു യോഗം അത്. ഇത് രണ്ടും ഒന്നിച്ചു വരുന്നു. കാരണം ലഗ്നാധിപൻ സൂര്യൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു.
കൂടെ 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും വയ്ക്കുന്ന ചൊവ്വയും കൂടെ നിൽക്കുന്നു. രണ്ടും അഗ്രസീവായിട്ടുള്ള നല്ല പ്ലാനറ്റ്സ്, നല്ല കപ്പാസിറ്റി ഉള്ളവർ. ഇവർ നല്ല റൂളിംഗ് കപ്പാസിറ്റി എന്ന് മാത്രമല്ല, എന്ത് കാര്യത്തിനകത്ത് അവർക്കൊരു അച്ചടക്കം ഉണ്ടാവും കേട്ടോ. കാരണം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, നല്ലൊരു റൂളറായിരിക്കും. അല്ലാതെ ഒരു ഔട്ട് ഓഫ് ദ വേ ആയിരിക്കത്തില്ല, ഒരു സ്ട്രിക്റ്റ് ആയിരിക്കും. കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടത്തിയെടുക്കും. അത് ചൊവ്വ നന്നോളും. മറ്റേ പുള്ളി നിന്ന് കൊടുത്താൽ മതി സൂര്യനെ. ചൊവ്വ അതാണല്ലോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതാണ് സഡൻ ആക്ഷനാ, എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക അപ്പം തന്നെ. അതിൻ്റെ ആളാണ് ഈ ചൊവ്വ. ഇപ്പം സാറ് പറഞ്ഞു ഈ ലിയോ സൈൻ അല്ലെങ്കിൽ അതിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത്. അതേപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റ് ഹൗസസ് അല്ലെങ്കിൽ മറ്റ് പ്ലാനറ്റ്, വ്യാഴം നല്ലതാ. ഫിഫ്ത്ത് ഹൗസ് വളരെ നല്ലൊരു ഹൗസ് ആണല്ലോ ഈ ലിയോ സൈൻ്റെ കൂടെ. ലിയോ എന്നത് ചിങ്ങത്തിന്റെ ഫിഫ്ത്ത് എന്ന് പറയുമ്പം ധനു. അത് പിന്നെ ആ ധനു മാത്രമല്ല, ആ വ്യാഴത്തിന് അഷ്ടമസ്ഥിതിയുണ്ട്. പക്ഷെ അത്ര കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, വ്യാഴമാണിത്. ഇതിനകത്ത് ഈ ചൊവ്വയും വ്യാഴവും സൂര്യൻ ഇതൊക്കെ വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണ്. ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, വ്യാഴം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന പ്ലാനറ്റ്സുമാണ്. അപ്പോൾ ചൊവ്വയും വ്യാഴവും സൂര്യൻ്റെ അനുകൂലമായിട്ടുള്ള ഇതാണ്. പക്ഷേ നമ്മൾ ആദ്യം ഇതിന് മുന്നേ ഉള്ള 2 എപ്പിസോഡിൽ ആദ്യം നമ്മളൊരു ചാർട്ട് പറഞ്ഞായിരുന്നു. ചിങ്ങലഗ്നക്കാരനാണ്, വ്യാഴം നീചത്തിൽ പോയി സ്റ്റോൺ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാണ് അത് ചാർട്ട് നോക്കണം. ചിങ്ങം രാശിയുടെ ഒരു ഫ്രണ്ട്ലി പ്ലാനറ്റ് എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 5th ഹൗസിൽ നിൽക്കുന്ന വ്യാഴം, 4th ഹൗസിൽ നിൽക്കുന്ന ചൊവ്വ, 9th ഹൗസ് ഹോൾഡ് ചെയ്യുന്ന ചൊവ്വ. ഇത് വളരെ നല്ലൊരു സംഭവമാണ്. പക്ഷേ ഈ ചൊവ്വയുടെ വ്യാഴത്തിൻ്റെയും പൊസിഷൻ നമ്മളൊരു സ്റ്റോൺ വാങ്ങാൻ ചെന്നാൽ നോക്കിയതിന് ശേഷമേ ചെയ്യാവൂ. എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ ലിയോ സൈന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ചൊവ്വയും അതുപോലെ തന്നെ വ്യാഴവും എന്ന് പറഞ്ഞു. ഇപ്പം ഇവർ മൂന്നും കൂടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ വരുമോ? പിന്നെ വരും. അങ്ങനെ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും രത്നങ്ങൾ ഇവർക്ക് ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം, കുഴപ്പമില്ല. അത് എല്ലാ ഡിവിഷണൽ ചാർട്ട് D1 D9 ഒക്കെ വളരെ 2 ചാർട്ട് ഇമ്പോർട്ടൻ്റ്. D9 വളരെ ഇമ്പോർട്ടൻ്റ് ചാർട്ടാണ് സ്റ്റോൺ നിർണ്ണയിക്കുന്നതിലും. ഓക്കെ. കാരണം നമ്മളുടെ ഗ്രഹനില എന്ന് പറയുന്ന D1 ചാർട്ട് നമ്മുടെ ശരീരമാണെങ്കിൽ ഇൻറ്റേർണൽ പാർട്സ് എന്ന് പറയുന്നത് D9 വളരെ ഇമ്പോർട്ടൻ്റ്. അത് പ്രത്യേകിച്ച് രത്നം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിവിടെ നോക്കും. നല്ലൊരു പൊസിഷനിലാണ് ഒരു ഗ്രഹം D1 ചാർട്ട് നിൽക്കുന്നെങ്കിലും D9ലും അത് വളരെ മോശം നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ സ്റ്റോൺ കൊടുക്കാറില്ല, സജസ്റ്റ് ചെയ്യില്ല, ഞാൻ കൊടുക്കാറില്ല. ഓക്കെ. ഇപ്പോൾ ഈ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ സൂര്യനും ചൊവ്വയും വളരെ നല്ല പൊസിഷനിൽ നിൽക്കുകയെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും രത്നങ്ങൾ ഒന്നും കൊടുക്കാം, കുഴപ്പമില്ല. അതിൻ്റെ ക്യാരറ്റ് വളരെ നോക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. കാരണം രണ്ടും ഈ പറയുന്ന റെഡ് എനർജിയാണ്. അഗ്രസീവ് ആയത് പ്ലാനറ്റ്സും പിന്നെ ഈ ചൊവ്വയ്ക്കൊക്കെ ഉള്ള കല്ലുകൾ വലിയ ക്യാരറ്റേജ് കൊടുത്താൽ ഓവർ കോൺഫിഡൻസ്, അമിത ആത്മവിശ്വാസം എടുത്തിയാടും. രണ്ടും റെഡ് എനർജിയാണ്. അടിക്കാന്ന് വിചാരിച്ച് എന്നാൽ വല്ലതും പറഞ്ഞു പോരാന്ന് വെച്ചാൽ അടിച്ചിട്ട് പോരെന്ന് പറഞ്ഞ പോലെ ആയി പോകും. അത്രയ്ക്കും അത് വളരെ നോക്കി കൊടുക്കുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് സൂര്യൻ ലഗ്നാധിപൻ ചെറിയൊരു ക്യാരറ്റ് കൊടുത്തു. ഈ ചൊവ്വയുടെ വേണമെങ്കിൽ നമ്മൾ ഉപരത്നമായിരിക്കും കൊടുക്കുന്നത്, കർണേലിയൻ എന്ന് പറയുന്ന രത്നം. ഓഹോ, അങ്ങനെയും ചെയ്യാം. അതായത് നമുക്ക് ആ ടോട്ടലായിട്ട് വരുന്ന എഫക്റ്റിനെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് ഈ ഉപരത്നങ്ങൾ വഴി നമുക്ക് നമ്മൾ എന്തിനാ ഇത് കൊടുക്കേണ്ട ആവശ്യം? ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞാൻ സജസ്റ്റ് ചെയ്ത് ധരിക്കുന്നവർ പിന്നീട് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ സാറേ ഞാൻ വന്നതിൻ്റെ കാരണം ഉണ്ടായിരുന്നു സാർ, ഇപ്പം നമുക്ക് ഈ സൂര്യൻ്റെ കല്ല് സാറ് തന്നല്ലോ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ കല്ല് എനിക്ക് തന്നല്ലോ, അപ്പോൾ അത് വ്യാഴം വളരെ നല്ലതാണല്ലോ, പിന്നെ ഇതിൻ്റെ കല്ല് ധരിക്കണോ എന്ന് ആണ് വേറൊരാളിനോട് ചോദിച്ചു. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ
അവരറിവില്ലാത്തവരൊന്നും അല്ല ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 9 ഗ്രഹങ്ങളും എല്ലാം ഈ വ്യാഴം മാത്രമായിരിക്കും അവിടെ നന്നായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സൂര്യൻ മാത്രമായിരിക്കും അവിടെ നന്നായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ മാക്സിമം ക്യാരറ്റ് കൊടുത്ത് എൻഹാൻസ് ചെയ്യുക. അത് നമുക്കൊരു കഴിവുണ്ട്. നമുക്ക് നടക്കാനും പോകാനും ഒന്നും പറ്റിയില്ലാത്ത ഒരാളാന്ന് വിചാരിക്കുക ബൈ ബർത്തിൽ. നമുക്ക് കഴിവ് എഴുതാനാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ, അതാ നല്ലത് എന്ന് പറഞ്ഞ പോലെ തന്നെ. അല്ല, നമ്മൾ നടക്കാൻ ശ്രമിച്ചാലോ അതുമില്ല ഇതും ഇല്ലാതായി പോകും, രണ്ടും പോവും. അപ്പോൾ അത് തന്നെയാണ് ഈ കല്ലുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി. ശനിയുടെ കല്ല് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ശനി നല്ലതാണല്ലോ. മകര ലഗ്നവും ഒക്കെ അല്ലേ, അപ്പോൾ എന്തിനാണ് ശനിയുടെ കല്ല്? ശനി ഓൾറെഡി പവറാണല്ലോ, അതങ്ങനെ ഹരിക്കുന്ന തെറ്റായ ഒരു കൺസെപ്റ്റാണ്. എന്നുവെച്ചാൽ അവർ പറയുന്ന കാര്യം ശരിയാ, പക്ഷേ മറ്റാരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ പുള്ളിയെ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കി നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ സാറ് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സൂര്യനും ചൊവ്വയൊക്കെ എനിക്ക് അനുകൂലമാണെന്ന് വിചാരിച്ചിട്ട് എന്നാൽ രണ്ടിൻ്റെയും ഒരു 5-6 ക്യാരറ്റ് വെച്ച് ഇട്ടേക്കാമെന്നൊക്കെ വെച്ചാലുള്ളൊരു അപകടങ്ങളാണ്. നമ്മൾ വീട് പണിയുന്നു, സ്ഥലമെടുക്കുന്നു, ഇച്ചിരി ഒരു ചതുപ്പ് നിലമാണ്. നമ്മളതിൻ്റെ തൂണാണോ പിന്നെ സ്ട്രെങ്ത് ആക്കാൻ നോക്കുന്നത്, അതോ അതിൻ്റെ ബേസ്മെൻ്റ് ആണോ? ഒരു ബേസ്മെൻറ്റ് വേണമല്ലോ. ആ ബേസ്മെൻ്റാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങൾ. അവർക്ക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരുടെ ക്യാരക്ടർ നോക്കണം, ആ ഗ്രഹത്തിൻ്റെ ക്യാരക്ടർ നോക്കണം. ഇപ്പം സൂര്യനാണെങ്കിൽ സൂര്യൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് 10 ക്യാരറ്റ് സൂര്യൻ്റെ കല്ല് കൊടുക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഡ്രോബാക്സ് ഉണ്ട്. കാരണം അത് ഹീറ്റ് വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞ് തീരാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പൊങ്ങി വരും. അത് തീർത്ത് വേണമല്ലോ നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ചൊവ്വ നന്നായിട്ട് നിൽക്കുന്നു സൂര്യൻ്റെ കൂടെ, പക്ഷേ ചൊവ്വയുടെ രത്നമായ റെഡ് കോറിൽ കൊടുത്തില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു കർണേലി എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉപരത്നം. അതിൻ്റെ ബാൻഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ റെഡ് ഷർട്ടുകൾ, പിങ്ക് ഷർട്ടുകൾ ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഒക്കെ സപ്പോർട്ട് കിട്ടും കേട്ടോ. ആ ഒരു എനർജി, ആ ഒരു കളറിൽ വരുന്ന ഒരു എനർജി, ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടും. ഓക്കെ. ഈ കർണേലിൻ എന്ന് പറയുന്ന സ്റ്റോൺ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺ, നമുക്ക് മാർക്കറ്റിൽ ധാരാളം കിട്ടുന്ന ആൾക്കാർക്ക് അറിയില്ലാത്തതുകൊണ്ട് ഒരു ചോദിക്കാത്ത ആൾക്കാർ നോക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന കുറച്ച് രത്നങ്ങളാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത്. കർണേലിയൻ്റെ ഒരു നല്ലൊരു മാലയിട്ട് അടിയിൽ വേണമെങ്കിൽ ഒരു കോറലിടാം, അവർക്ക് കോറൽ സ്യൂട്ടാണെങ്കിലും ഇടാം. കർണേലിയൻ്റെ ബ്രേസ്ലെറ്റുകൾ ഇടാം, യൂസ് ചെയ്യാം. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സയൻസ്. അത് അധികമായാലും അമൃതും വിഷം, അത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. എങ്കിൽ പോലും ഈ രത്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇത് കല്ലിൻ്റെ ആവശ്യമില്ല, കല്ലിന് ഇതിന് ബലമുണ്ടല്ലോ എന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എത്ര പേരുടെ ഇടയിലാണ് ഈ പുള്ളി ബലവാനായിട്ട് നിൽക്കേണ്ടത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഓൾമോസ്റ്റ് സപ്പോർട്ടീവ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റോൺ വിട്ട് കൊടുക്കാം. അപ്പോൾ വീക്കായിട്ടുള്ള ഗ്രഹങ്ങളെ നമുക്ക് എൻഹാൻസ് ചെയ്യാം. പിന്നെ ഒരു 1 and only പ്ലാനറ്റിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഏജ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിൽ നമുക്ക് എന്തിനാണ് മുൻതൂക്കം, ഒരു 60+ ഹെൽത്ത് അല്ലേ, ഒരു 5 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെ പഠന കാലഘട്ടം, അവിടെ വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള നമ്മുടെ കരിയർ, ഫാമിലി, ഇതുമെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് കല്ല് കൊടുക്കുന്നത്. നമ്മളൊരു മൾട്ടി വൈറ്റമിനായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക കാര്യത്തിനല്ല കല്ല് ധരിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതും കൺസിഡർ ചെയ്യണമല്ലോ. 65 വയസ്സ് കഴിഞ്ഞ ആൾക്ക് മാരേജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കല്ല് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഡയമണ്ട്സ് ആൾക്ക് പിന്നെ വേണ്ടത് ആളുടെ ആരോഗ്യം. അപ്പോൾ അതിനെ ഫാൻസി മിനറൽ ആയിട്ടുള്ള ഒരു ഡയമണ്ട് 65 വയസ്സ് 70 വയസ്സിൽ നമ്മൾ ധരിക്കേണ്ട ആവശ്യം കുറവാണ്. ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ ആവശ്യത്തെ നമ്മളൊന്ന് ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ
ബുദ്ധി, രണ്ട് ലഗ്നം എന്ന് വെച്ചാൽ അവൻ്റെ ശരീരം, അവൻ്റെ ആരോഗ്യം വേണമെന്ന് പഠിക്കണമെങ്കിൽ അവൻ്റെ സെക്കൻഡ് ഹൗസ്, അവൻ്റെ സംസാരം, വിദ്യാഭ്യാസം, 5th ഹൗസ്, 9th ഹൗസ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഇതെല്ലാം വിദ്യാഭ്യാസമായിട്ട് കണക്റ്റഡാണ്. വിദ്യാഭ്യാസമായിട്ട് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ പരീക്ഷ മാത്രമല്ലോ, പറച്ചിൽ, സംസാരം, മെമ്മറി, എല്ലാം ശ്രദ്ധ, കോൺസെൻട്രേഷന്, ഇല്ലേ, എല്ലാം അതിൽ വരുന്നു. എല്ലാം അതിനകത്ത് വരുന്നു. അപ്പോൾ അതിനെല്ലാം ഉതകുന്ന തരത്തിലുള്ള രത്നമല്ലേ അവിടെ നമ്മൾ കൊടുക്കേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ 20 വയസ്സ് താഴെ, 18 വയസ്സുള്ള ഇതിൽ താഴെയുള്ള കൊച്ചിന് ഒരു വലിയ ഡയമണ്ട് എടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോണ്, ഇല്ലേ? അപ്പോൾ കാലങ്ങളും ഉണ്ട് ഇതിന്, അതുമനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ലിയോ സൈന് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനാന്നും കൂടെയാണ് സാർ പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാതെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ എനിക്ക് തോന്നുന്നു കൂടുതലും ചിലപ്പം എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പോ കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. അത് നമുക്കൊരു ബ്രേക്കിന് ശേഷം അതിലേക്ക് തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നത് ഈ ലിയോ സൈൻകാർ എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ? അല്ല, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും 7th ഹൗസാണ്. 10th ഹൗസ് കരിയർ. അപ്പോൾ നമ്മൾ 10th ഹൗസ് ചെക്ക് ചെയ്യുന്നു. ആ 10th ഹൗസ് കൊണ്ട് നമ്മളുടെ ഒരു കരിയറിന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാർട്ണർഷിപ്പിലേക്ക് ചേരണമെങ്കിൽ നമുക്ക് 7th ഹൗസ് നോക്കണം. ഈ 7th ഹൗസ് നല്ല രീതിയിൽ നിൽക്കുന്നു, 7th ഹൗസിൻ്റെ അധിപൻ ലഗ്നത്തിൽ വന്ന് നിൽക്കുന്നു, അല്ലെ 7th ഹൗസിൻ്റെ അധിപൻ ഒരു ഭാഗ്യസ്ഥാനത്ത് വന്ന് നിൽക്കുന്നു, അല്ലെ 7th ഹൗസിൻ്റെ ആൾ പോയി 10th ഹൗസിൽ പോയി നിൽക്കുന്നു, 11th ഹൗസ് പ്രോഫിറ്റിൽ പോയി നിൽക്കുന്നു. ഇതൊക്കെ നല്ല സൈനുകളാണ് ഒരു പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതെല്ലാം നല്ലതാണ്, അനുകൂലമാണ് ആൾക്ക്. 7ാം ഭാവാധിപൻ തന്നെ ലഗ്നത്തിൽ വന്ന് നിൽക്കുന്ന വളരെ അനുകൂലമാണ്. അത് ലൈഫ് പാർട്ണർഷിപ്പിലും നല്ലതാണ്. ഒരു പൂർവ്വജന്മ ബന്ധം കാണും അതിന്. 7ാം ഭാവാധിപൻ ലഗ്നത്തിൽ വന്ന് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും മുൻകാല പരിചയമോ പ്രീവിയസ് ബർത്തോ കേട്ട് കണക്റ്റഡാണ്. 7ാം ഭാവാധിപൻ എട്ടിപ്പോയിരുന്ന സംഭവമെല്ലാം മാറി നഷ്ടസ്ഥാനത്തേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ്. അപ്പോൾ 7th ഹൗസിൽ ഇപ്പോൾ സൂര്യൻ്റെ കാര്യമല്ല ചോദിച്ചത്. അപ്പോൾ അത് ദശാകാലം ഇപ്പോൾ സൂര്യ ശനി ബന്ധം ഉള്ള ഒരാളാണ്. അത് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ സൂര്യശനി ഡയറക്റ്റ് 7th ഹൗസിൽ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം കുംഭലഗ്നം 12th ഹൗസിൽ സൂര്യനും ശനി നിൽക്കുന്നു. അപ്പോൾ 7th ഹൗസ് കുംഭത്തിൻ്റെ 7th ഹൗസാണ് ചിങ്ങമാണ്. അപ്പോൾ 7th ഹൗസായി. അപ്പോൾ അതിൻ്റെ അവിടെ ഒന്നുമില്ല, പ്ലാനറ്റ്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക. ആ 7th ഹൗസിൻ്റെ ആള് പോയി 12th നിൽക്കുന്നു. ശനിയുണ്ട്, നല്ലൊരു പോർഷനല്ല കേട്ടോ. അയാളൊരു ബിസിനസ് നടത്തുന്നു. സൂര്യദശാകാലം വരുമ്പം ഡെഫിനറ്റ്ലി ഈ പാർട്ണർഷിപ്പിൽ അടികെട്ടും, പിരിയും, പ്രോബ്ലംസ് ഉണ്ടാകും. സൂര്യശനി കൺജക്ഷൻ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്ന ഒരു കൺജക്ഷനാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ദശാകാലം കൂടെ വന്നാൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ. അപ്പോൾ ഇയാൾ നേരത്തെ ഒരു കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അറിവുള്ള ആരെ കുഞ്ഞുങ്ങൾ കാണിക്കുകയാണ്. അവർ പറയും നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് വേണ്ട, നിങ്ങൾ തുടങ്ങിയാലും നിങ്ങൾ 6 കൊല്ലം കഴിഞ്ഞ് 7ാമത്തെ കൊല്ലം മുതൽ 13ാമത്തെ കൊല്ലം, അതായത് 6 വർഷം ആദ്യത്തെ ദശാകാലം. ബിസിനസ് തുടങ്ങി 5 കൊല്ലം പോയെന്ന് വിചാരിക്കുക, ആദ്യത്തെ 5 കൊല്ലം. പിന്നെ മുതൽ സൂര്യദശാകാലം 6 വർഷമാണ്. 6 വർഷത്തിനുള്ളിൽ ഇത് പോവും. ഇവിടെ അത് ലൈഫ് പാർട്ണർഷിപ്പിൽ പോലും ചലഞ്ചസ് ഉണ്ടാക്കാം. വരും, അത് ഒന്ന് ടച്ച് ചെയ്ത് പോവും. അത് ചിലർക്കത് വർക്കൗട്ടാവും, ചിലർക്ക് ആ സ്ട്രഗിൾ ചെയ്തും പിടിച്ചും അങ്ങനെ നിന്നും മാറി നിന്നും ഒക്കെ അങ്ങനെ അങ്ങ് തീരും. അപ്പോൾ ആ സൂര്യൻ ബിസിനസ് ആണെങ്കിൽ പോലും പാർട്ണർഷിപ്പിൽ വരുമ്പോൾ 7th ഹൗസ് വളരെ ഇമ്പോർട്ടൻറ്റ്. പാർട്ണർഷിപ്പ് 7th ഹൗസ് ഇസ് മെന്റ് ഫോർ ബിസിനസ് ആസ് വെൽ ആസ് ലൈഫ് പാർട്ണർഷിപ്പ്. അതാണ് അതിനകത്ത് വരുന്നത്.
അപ്പം ഈ ലിയോ സൈൻ ആണ് അല്ലെങ്കിൽ സൂര്യൻ്റെ ദശാകാലമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. അതേസമയം ലഗ്നാധിപനായിരിക്കുന്ന സൂര്യൻ്റെ ലഗ്നാധിപനായ സൂര്യൻ മുമ്പേ നമ്മൾ റൂബി കൊടുത്ത ആൾ 9 നിൽക്കുന്ന അയാൾക്കൊരു സൂര്യദശാകാലമൊക്കെ ഒന്ന് ആൾ അടിച്ച് പൊളിച്ച് കയറിപ്പോവും. വളരെ പ്രോസ്പെറിറ്റി ഉള്ള ഒരു സമയമായിരിക്കും. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂര്യദശാകാലം തുടങ്ങുന്ന ഒരു ചേഞ്ചാണ്. ഈ ഒരു 20 വർഷത്തെ ശുക്ര ദശാകാലം കഴിഞ്ഞിട്ടാണ് 6 വർഷത്തെ ആദിത്യദശ വരുന്നത്. അപ്പോൾ ശുക്രദശ തീരുന്ന തുടങ്ങുമ്പോൾ ഒരു ചേഞ്ച് വരും. ഒന്നുമില്ലെങ്കിൽ ഒന്ന് പ്ലേസ് ടു പ്ലേസ് ഇയാൾ മാറും. ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തും. നല്ല സൂര്യനാണെങ്കിൽ ബിസിനസ് കുറച്ചുകൂടെ ഗ്രോ ചെയ്യും. മോശമാണെങ്കിൽ ഡൗണായി പോവും, അലച്ചിലായി പോവും. കാരണം സൂര്യന് അലച്ചിലും സ്ട്രെയിനും സ്ട്രെസ്സും, സൂര്യദശ ആദിത്യദശ അലയാത്തവരില്ല, ഇങ്ങനെ ഉണ്ടല്ലോ. ഇതെല്ലാം പ്രാവർത്തികമാകും അവിടെ. നല്ല സൂര്യനാണെങ്കിൽ ആ സൂര്യദശാകാലത്തും നല്ല പൊസിഷനിൽ വരും, നല്ല അഡ്മിൻ കപ്പാസിറ്റി. ജോലിയിലാണെങ്കിൽ അഡ്മിൻ ആവും ആൾ. പുള്ളിയുടെ പേര് ഇപ്പോൾ 10 പേരാണെങ്കിൽ ഒരു 50 പേര് ഇവിടെ കയറും, കൺട്രോൾ ചെയ്യും. വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ കാര്യങ്ങൾ നടത്തുന്ന സിഇഒമാരും ഒക്കെ ഇല്ലേ, അവർക്ക് എത്രയോ ആൾക്കാരെ അവർ കൺട്രോൾ ചെയ്യുന്നത്. ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഷോപ്പുകൾ ഒരാളായിരിക്കും കാണുന്നത്. അപ്പോൾ അവർ സ്ട്രോങ് ആയിരിക്കും. അവർക്കെപ്പോഴും കുറേ ആൾക്കാർ എനിമീസ് കാണും. ഇപ്പോൾ 300 പേര് സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ ഇതിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ സ്റ്റാഫിനും നിർത്തുമ്പോൾ ചിലയിടത്ത് മോശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ചിലയിടത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചിലരോട് നമ്മൾ റഫായിട്ട് സംസാരിക്കേണ്ടി വരും, ടഫായിട്ട് സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ തെങ്ങിനും കമുകിനും ഒരേ തളപ്പല്ല ഇടുന്നത്, 2 അല്ലേ കയറെങ്കിലും എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ ആൾക്കാർ നമുക്കെപ്പോഴും ഓപ്പോസിഷനിലായിരിക്കും. അത് നമ്മൾ തലപ്പത്തെപ്പോൾ എവിടെ ഇരുന്നാലും അടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് കവർ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ പുള്ളിക്ക് കൊടുത്ത് കാണണം, അല്ലെങ്കിൽ പുള്ളി തലപ്പത്ത് വരത്തില്ല. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഒരു മരം വളരണമെങ്കിലും അതിന് വെയിലും മഴയും വേണം. നല്ല കായുള്ള ഫലമുള്ള നിറയെ മാങ്ങയുള്ളിടത്ത് ഏറ് വരുള്ളൂ. ഇല്ലേ മാവ് എന്തിനാ കൊള്ളും? ഒരു കായ്ഫലം ഇല്ലാത്ത മാവ് പട്ടടയിലേക്കാണ് കൊണ്ടുപോകുന്നത്, കത്തിക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഈ സൂര്യൻ്റെ ഒരു പവറാണ്. ആ സൂര്യൻ അത് വേണ്ട തരത്തിലേ പറയുള്ളൂ. അത് ചെയ്യ്, അല്ല ഇത് ചെയ്യത്, നീ ഇവിടെ മാറി നിൽക്ക്, അല്ല നീ ഇതിനകത്ത് ഇടപെടണ്ട, മതി, നിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇങ്ങനെ പറയിക്കും. കൃത്യമായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും നല്ല സൂര്യൻ നല്ല തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ, മോശം തീരുമാനത്തിലേക്ക് വരത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊരു 3-4 എപ്പിസോഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വിശുദ്ധമായിട്ട് നമ്മൾ ഈ ലിയോ സൈനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അത് ഒരുപാട് വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചു. പ്രേക്ഷകർക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ രത്നങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഈ രത്നനിർണയത്തിൽ വരുന്ന രീതികൾ, അതിൻ്റെ പിറകിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തു വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതിനകത്തെല്ലാം നമ്മൾ കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട് ഓരോ ലഗ്നത്തിലും. അപ്പോൾ അത് കറങ്ങി തിരിച്ച് മീനം വരെ നമ്മൾ അങ്ങനെ കൂടെ കൊണ്ടുപോകാം. നമുക്ക് ലഗ്നം, അതിനകത്ത് മാഴ്സ്, പിന്നെ ലഗ്നത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്റ്റോൺസ്, മാച്ചിങ് അല്ലെങ്കിൽ മിസ്മാച്ച്, ഇതെല്ലാം നമുക്ക് ഓരോ എപ്പിസോഡിലും മുമ്പോട്ട് പോകുന്ന എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്തും. ഇതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.